കളി. ഓ ഓരോളക്കേറാമൂല. എന്നാലും നല്ല ജനമുണ്ടായിരുന്നു. ഇത് കാലത്തെ കഴിക്കേണ്ടതാണ്. തീർന്നു പോയത് കൊണ്ട് മരുന്നിനി കഴിച്ചു കാണത്തില്ലല്ലോ. വാ മരുന്ന് കഴിക്കണം. കഴിച്ചിട്ട് നീ ഇരിക്ക. ഒരു മാസം തുടർച്ചയായി കഴിച്ചാൽ രോഗം ഭേദമാണെന്ന് തന്നെയാണ് വൈദ്യര് പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? ഓച്ചിറയിലായിരുന്നു കളി. നല്ല ജനമുണ്ടായിരുന്നു. നമ്മുടെ അനിരുദ്ധൻ നാടകമായിരുന്നു ഇന്നലെയും മിനിയാന്നും ഒക്കെ. പഴയ പലരും നാടകത്തിലില്ല. നമ്മുടെ ശ്യാമോനാണെങ്കിൽ പ്രമേഹം മൂത്ത് നാടകം വിട്ട് നേരത്തെ പോയല്ലോ. ആരൊക്കെയോ പുതിയ ആൾക്കാരാണ്. ആരും മോശക്കാരല്ല. വേഷം പങ്കജമില്ല. പങ്കജമില്ല. ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. നല്ല കയ്യടിയും ഉണ്ടായിരുന്നു. പക്ഷേങ്കില് നീയില്ലാത്ത അരങ്ങിലേക്കൊന്ന് നോക്കാൻ പോലും എനിക്കാവുന്നില്ലല്ലോ. പക്ഷേ മനസ്സറിഞ്ഞ് വായിക്കാനാകും. എന്നെ ഓർത്ത് വിഷമിക്കരുത്. അതിപ്പോ അരങ്ങിലായാലും ജീവിതത്തിലായാലും അതിനേക്കാൾ പ്രഗത്ഭരായ ആരും അവസാനമാക്കല്ല. കാണികളെ സംബന്ധിച്ചിടത്തോളം ഇന്നവരെ ആരത്ഭുതപ്പെട്ടിരുന്നോ സന്തോഷിപ്പിക്കുന്നതോ അവരാണ് താരങ്ങൾ. ഇന്നലെ ഇവിടെ എന്ത് നടന്നു എന്ന് നോക്കേണ്ടത് ചരിത്രത്തിന്റെ കടമയാ. പാവം കാണികളുടേതല്ല. ഞാനതങ്ങ് മറന്നു. നമ്മുടെ കേരള നഗരസഭയിലെ തോമസ് മുതലാളി നിനക്കൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ പണ്ടരെങ്കിൽ എഴുതിരുന്ന അനാർക്കിരിയുടെ ഉദയാകനം എന്തിനാ ഇപ്പൊ കരയുന്നത്? സന്തോഷം കൊണ്ട്
സീതാദേവി, ശകുന്തള, ആരും കൊതിക്കുന്ന വരാങ്കന, കായിക, ഇപ്പോ ഓരോ ചുറ്റിനും ആരും താങ്ങാൻ നിൽക്കുന്ന ഈ രൂപത്തിനെ കണ്ടാൽ അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നും എനിക്ക് ആർക്കലിയാണ്, സീതയാണ്, ദമയന്തിയാ, ശകുന്തളയാ, എല്ലാം മാറും. പക്ഷേ നീ ഇനിയും അരങ്ങിലേക്ക് തിരിച്ചു വരും. ആ കുയിൽനാദം കേട്ട് ആളുകൾ കോരിത്തരിക്കും. മന്ദനയുടെ മറിയത്തിന് യേശുദേവൻ പറയുന്നത് പോലെ നാരായണന്റെ വിശ്വാസം നാരായണനെ രക്ഷിക്കും. പക്ഷേ എനിക്ക് ആ വിശ്വാസം ഇല്ലാതിട്ടോ. മതി, എനിക്ക് കേൾക്കണം. നീ നല്ലത് കഴിച്ചായിരുന്നു. കുറച്ച് ഓ, എന്നാണോ കഴിച്ചു കാണത്തില്ല. കഴിച്ചായിരുന്നു. എങ്കിൽ പറ, എന്താ കഴിച്ചത്? കഴിച്ചത് പറഞ്ഞില്ലേ, പിന്നെ സംശയോ? എനിക്ക് രണ്ടാഗ്രഹങ്ങളുണ്ട്. ഞാനൊന്ന് പറഞ്ഞോ, ചിരിക്കരുത്. എന്തി ചിരിക്കില്ലാന്ന് സത്യം ചെയ്യും. ചിരിക്കില്ല, സത്യം. ഞാനങ്ങ് മരിച്ചുപോയാ നാരായണന്റെ വേറെ കല്യാണം കഴിക്കണം. ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കരുത്. ഞാൻ മരിച്ചാൽ എന്നെ ദഹിപ്പിക്കരുത്. അതായത് കത്തിച്ച് കളയരുത്. പകരം അനാർക്കനയുടെ ഈ വേഷമണിയിച്ച് അതൊക്കെ ചെയ്യണം. രണ്ടും മരിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന് മരിച്ചില്ലല്ലോ. എന്റെ ലക്ഷ്മി മരിക്കുന്നത് ഈ നാരായണന്റെ എന്റെ ലക്ഷ്മി പോകുന്നില്ലല്ലോ. വേറൊരാഗ്രഹം കൂടി ഞാനേ അനാർക്കലിയുടെ ഡയലോഗ് പറഞ്ഞാലേ
നാടകം പറയുമെങ്കിൽ ഈ കൊച്ചഞ്ചേരി നാരായണൻ ഈ ജന്മം മുഴുവൻ ഒക്കെ ആദ്യം വായിക്കും. ഒന്ന് വരണമെന്ന് കുറെ ആയി ആഗ്രഹിക്കുന്നു. പക്ഷേ വരാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. പ്രമേഹം കയറി ആ ഗുരുവൊക്കെ പഠിച്ചു. പിന്നെ ആ ആശുപത്രി കുറിച്ചു. നാടകത്തിലാണെങ്കിലും ഒരുപാട് പേരെ ചവിട്ടിക്കൊണ്ടി ഉച്ചയുടെ ഒക്കെ ശാപമൊക്കെയായിരിക്കും. ഈ കാലം കൊണ്ടുള്ള ഒരു കളിയും വേണ്ടാന്ന് രാഘവപുരാണെങ്കിൽ തീരുമാനിച്ചു. എന്തായാലും ഞാനിനി ഒരു കാര്യം ചെയ്തുണ്ടാക്കാൻ പ്രമേഹം മൂത്തത് ശാപം നാടകം വിട്ടുപോയെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ കാര്യം വിളിച്ചതറിഞ്ഞിരുന്നില്ല. അതൊരു വാർത്തയാകാൻ മാത്രം അത്ര വലിയ കാര്യമില്ല. നാരായണൻ പലർക്കും ഇപ്പോഴും അറിയില്ല. ലക്ഷ്മി, ഇത് ഞാനാ ലക്ഷ്മിയുടെ കാര്യങ്ങൾ ഞാൻ അതാത് സമയത്ത് അറിയുന്നുണ്ടായിരുന്നു. അയ്യോ, എന്റെ കൂടെ നമ്മുടെ മണ്ടാതിരിയുണ്ട്. ചവറ കേറി വാടാ. എല്ലാരും കണ്ടപ്പോഴേ നാടകക്കൊട്ടയിലേക്ക് തിരിച്ചു പോയി. ശരിയാ, എല്ലാം നിന്ന് കഴിഞ്ഞു. ഇവിടെ വന്നപ്പോ ആള് വഴങ്ങും ഒന്നും വേണ്ട. എനിക്ക് ഒരിക്കൽ കൂടി അക്വറ്റപ്രതിയാകണം. ഭാരതം കണ്ട അർത്ഥവീരന്മാരുടെയും അല്പബുദ്ധികളായ രാജാക്കന്മാരുടെയും പട്ടികയിൽപ്പെടുത്താവുന്ന ഒരാളെന്ന് അക്ബർ. അക്ബർ എന്നാൽ വലിയൊരു നർത്തം.
എനിക്ക് ഒരിക്കൽ കൂടി അക്ബർ ചക്രവർത്തിയാകണം. നീ വീണ്ടും അനാർക്കലിയാവണം. ഇനി 3 കല്ലുകൾ കൂടിയ ബാക്കിയുള്ള അനാർക്കലി നിന്റെ ഖബറിന് മുന്നിൽ. അതിനു മുന്നേ പറഞ്ഞേക്കൂ, സലീം രാജകുമാരന് നീ ഏൽപ്പിച്ച കത്ത് അത് ആർക്കതായിരുന്നുള്ളത്? ആർക്കു വേണ്ടിയാണ് നീ പ്രകാരം മറന്നു വിരുന്നു വാങ്ങുന്നത്? ആർക്കു വേണ്ടിയാണ് നമ്മെ കൊണ്ട് ഈ മഹാഭാരതം ചെയ്യിക്കുന്നത്? സലീമിന് വേണ്ടിയോ? പറയുന്നതാണ് നിനക്ക് നല്ലത്. ആരുടേതായിരുന്നു വാക്കത്ത്? അടുത്ത കല്ല്. 2 കല്ലുകൾ കൂടിയ ബാക്കിയുള്ള അനാർക്കലി നിന്റെ ഖബറിന് മുന്നേ പറഞ്ഞേക്കൂ, അത് ആരുടേതായിരുന്നു എന്ന്. സത്യലംഘനം. അടുത്ത കല്ലും വെച്ച് ജീവശ്വാസം, വെളിച്ചം എല്ലാം നിനക്ക് അന്യമായി തീരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നീ ഒടുങ്ങാൻ പോവുകയാണെന്ന്. നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചത്തം ചെയ്യുന്നത്? മരണത്തെക്കാൾ സത്യമെന്നറിയുന്നത് മരണം നടുക്കത്തിനപ്പുറം ഈ ലോകത്തൊന്നും അവശേഷിപ്പിക്കുന്നില്ല. ചത്തും മണ്ണടിഞ്ഞാലും പരത്തുന്നു. കൽപ്പിച്ചു തന്ന പേരായ അനാർക്കലി പൂവുകളിൽ എനിക്ക് സലിമിനോടുള്ള സത്യസുഗന്ധം പരത്തുന്നു. പ്രണയത്തിന്റെ ഒരിക്കലും ഒരിക്കാത്ത മാതളഗന്ധം. എനിക്ക് അവസാന കല്ലുമാക്കവേ. പ്രണയം കൊടുക്കുകയാണല്ലോ തമ്പുരാനെ. അപകടകരമായ നിശ്ചയദാർഢ്യം തന്നെയാണ് അവൾക്ക് ഈ കല്ലറയൊരുക്കി. നമ്മെ മഹാഭാവിയാക്കി ബന്ധം പിടിച്ചു വന്ന വിട്ടിയാണിവൾ. വേണ്ടി പ്രണയത്തിന് വേണ്ടി ആളുകളിൽ നിന്നെ ഈ കൽമണ്ഡപം കാണുന്ന വരുന്ന തമുക നിന്റെ വിഡിതത്തെ ഓർത്ത് പരിഹസിച്ച് ചിരിക്കുന്നു. എനിക്ക് മരണം ശരി അശേഷം പോലും പശ്ചാത്താപം നമുക്ക് തോന്നില്ല. ചതിക്കും നാശത്തിനു മുന്നിൽ അതിലെ വേറെയാണ് അക്ബർ. ഭാരത സാമ്രാജ്യമായ നമ്മുടെ പരമാധികാരത്തെ മൗനം കൊണ്ട് വെല്ലുവിളിച്ച ഇവളെ ജീവനോടെ കബറടിക്കെങ്കിൽ അത് അക്ബറുടെ കണിശമായ നീതിബോധമാണ്. കാരണം കൊല്ലാനും രക്ഷിക്കാനും ശിക്ഷിക്കാനും മാപ്പ് കൊടുക്കാനും സകലത്തിനുമുള്ള പരമാധികാരത്തിന്റെ മറ്റൊരു പേരാണ് മഹാനായ അക്ബർ.
മറ്റൊന്നുമല്ല. നാടകം കളിച്ചു തുടങ്ങിയപ്പം ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും മറന്നുപോയതാ. അല്ല ലക്ഷ്മി, നാടകം നാടകം നല്ല ഒരു വൈദ്യനെ പോലെയും തോഴിനെ പോലെയും ഒക്കെ ആകാറുണ്ട് ചിലപ്പോ. നാടകം തീർന്നു. കബറിടത്തിൽ നിന്ന് പുറത്തു വരാം. ഇനി അനാർക്കലിയുടെ കബറിടത്തിൽ കിടന്ന് എന്റെ ലക്ഷ്മി ഉറങ്ങിപ്പോയോ? ലക്ഷ്മി, 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 ലക്ഷ്മി. ഒരു ചരിത്രത്തിലും ആരും കുറിച്ചു വച്ചിട്ടില്ലാത്ത, ആർക്കും തിട്ടമില്ലാത്തൊരു നാടക നേരത്ത് ആ അരങ്ങിലെ അനാർക്കലി ജീവിത അരങ്ങിനോട് വിട പറഞ്ഞു. പള്ളുരുത്തി KN ലക്ഷ്മി എന്ന മലയാള നാടകത്തിലെ ആദ്യ അഭിനേത്രിയായ ആ അതുല്യ കലാകാരിക്ക് ഇന്നും ഒരു സ്മാരകം പോലും പള്ളുരുത്തിയിലില്ല. അടക്കം ചെയ്തത് എവിടെയാണെന്ന കാര്യത്തിൽ പോലും ഒരടയാളവും ബാക്കിയില്ല. എങ്കിലും കൊച്ചിയിലെ ഏതോ 6 അടി മണ്ണിനുള്ളിൽ ആ അനാർക്കലി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ല, 3ാമത്തെ മണി മുടങ്ങുന്നതും അരങ്ങുണരുന്നതും കാത്ത് അവൾ ഇരിക്കുന്നുണ്ട്. കാരണം മരണങ്ങളിൽ നിന്ന് പോലും മനുഷ്യനെ വീണ്ടെടുക്കുന്ന മനുഷ്യപക്ഷ ജൈവകലയാണല്ലോ എക്കാലത്തും നാടകം. പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് കൂടി എല്ലാവരും കാത്തു നിൽക്കണമെന്ന് വിചാരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ നാടകത്തിൽ അരങ്ങിലും മണിയിലും പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾ കാത്തു നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും കേരള കൾച്ചറൽ ഫോറത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ടീം ലക്ഷ്മി അതുമായി ബന്ധപ്പെട്ട് അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച ആരെയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാടകത്തെ നെഞ്ചേറ്റി കൽക്കത്തയിലെ മലയാള നാടകവേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ചുള്ള അവരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഒരു കാര്യം എനിക്ക് ഇവിടെ സൂചിപ്പിക്കണമെന്നുണ്ട്. കഴിഞ്ഞ 4 മാസത്തോളം ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ, ഇവരെ കൂടാതെ തന്നെ കുറേ പേരും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. പലരും ഇടയ്ക്ക് വെച്ചും വിട്ടുപോവുകയും ചെയ്തു, പുതിയ ആളുകൾ എടുക്കുകയും ചെയ്തു. ഈ 3-3.5 മാസം കാലം ഒരു കാര്യം മനസ്സിലായി. അതായത് കൽക്കട്ടയിലെ നാടക സംസ്കാരം കുറച്ചുകൂടി ഗൗരവത്തോടെ എല്ലാ സംഘടനകളും കാണണം എന്ന് ഒരു അനുഭവത്തിൽ കൂടിയുള്ള ഒരു സത്യം ഞങ്ങളും പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കി. കാരണം റിഹേഴ്സൽ സമയത്ത് വേണ്ടപ്പെട്ട ആളുകൾക്ക് പലർക്കും വരാൻ പറ്റാത്ത പല അസൗകര്യങ്ങളുണ്ടായി. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഇതിൻ്റെ ആശയവും ആവേശവും കടത്തുന്ന രീതിയിൽ അതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു സമയത്ത് മനസ്സിലിങ്ങനെ ഒരു തോന്നലുണ്ടായി. നമ്മൾ കൽക്കട്ടയിലുള്ള മലയാളി സംഘടനകളെല്ലാവരും
ഒരു തീരുമാനം എടുക്കണം. ഒരു നല്ല നാടകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സുതാര്യമായ അന്തരീക്ഷ സൃഷ്ടി ഉണ്ടാവണം. അത് ഈ നാടകത്തിന് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഏതെങ്കിലും സംഘടന കൽക്കത്തയിൽ നാടകം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു സംഘടനയും വേറൊരു നാടകവുമായിട്ട് രംഗത്ത് വരരുത്, മറ്റു പരിപാടികൾ വെക്കരുത്. ആ നാടകത്തിന് വേണ്ടി മാത്രം സഹകരിക്കുക. എല്ലാ മലയാളികളും ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വിഷമം സഹിച്ചു. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ആരെയും നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ലക്ഷ്യം, ഈ നാടകത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി. അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കില്ല. എൻ്റെ ഈ ടീം ലക്ഷ്മി ടീമിനോട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നന്ദി പറയുന്നു. എനിക്ക് ഇത്രമാത്രം പറയാനുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി.